ജോർജ് ജോസഫ്, ശ്രീ രാഹുൽ ഈശോ, താങ്കൾ അങ്ങനെയല്ലല്ലോ കരുതുന്നത്. താങ്കൾ പറയുന്നത് ഈ വിവാഹം അത് യഥാർത്ഥമാണ്, അതിൽ നിയമപരമായി കുരുക്കുകളില്ല എന്നാണല്ലോ. അപ്പോൾ ആരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്? ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ കൊടുത്ത ജനന സർട്ടിഫിക്കറ്റുമായാണ് മധ്യപ്രദേശ് പോലീസ് വന്നത്. NCST, നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവരുടെ കൈവശവുമുണ്ട്. അവർ ആ റിപ്പോർട്ടിൽ അത് എടുത്തു പറഞ്ഞിട്ടും ഉണ്ട്. പിന്നീട് ഇവിടെ അതിനു മുമ്പ് ഇവിടെ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, വിവാഹത്തിനായി ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ്, അത് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? മധ്യപ്രദേശ് പോലീസ് ഇവിടെ വന്നിട്ടാണെങ്കിൽ വെറും കൈയോടെ മടങ്ങുകയും ചെയ്തു. 100 കള്ളങ്ങൾ പറഞ്ഞാലും ഒരു സത്യത്തെ അതുകൊണ്ട് അതിജീവിക്കാൻ കഴിയില്ല. എത്ര കള്ളം പറഞ്ഞാലും കള്ളം പറയുന്നവർ വിജയിക്കാനും പോകുന്നില്ല. അതാണ് സത്യമേവ ജയതേ എന്ന് നമ്മുടെ കോടതികൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മുഹമ്മദ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് ഇല്ല. മധ്യപ്രദേശ് പോലീസ് ഇട്ടിരിക്കുന്നത് അബ്ഡക്ഷൻ കേസാണ്. ആ FIR കോപ്പി എന്റെ ഇരിപ്പുണ്ട്, ഞാൻ അയച്ചു തരാം. ഇനിയും 2, നമ്മുടെ മധ്യപ്രദേശിൽ നിന്ന് മോണാലിസ ഭോസ്ലെ എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നത് ജനുവരി 1, 2008 അത് തെളിയിക്കാൻ അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ കയ്യിലുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് കിട്ടിയ ആധാർ കാർഡുകൾ, 2 ആധാർ കാർഡുകൾ, മോണാലിസ ഏകദേശം 10 വർഷം മുമ്പ് എടുത്ത കുഞ്ഞായിരുന്നപ്പോഴത്തെ ആധാർ കാർഡ്, അതിനുശേഷം ഇപ്പോഴത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, അവിടുത്തെ ഇലക്ടറൽ ക്രെഡൻഷ്യൽസ് ഉള്ള കാർഡ്, ഈ കാര്യങ്ങളെല്ലാം ആ കുട്ടിയുടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് NCST പറഞ്ഞിരിക്കുന്ന കാര്യമോ ആ ജനന സർട്ടിഫിക്കറ്റ്? ആ കാര്യം പൂർണ്ണമായും തെറ്റാണ് പറയാൻ കാരണം 2009 ഡിസംബർ 30 ഈ പെൺകുട്ടിയുടെ സഹോദരൻ ജനിച്ച് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ കുട്ടിയുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രഥം ദൂബെ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്ത വ്യാജ പരാതിയിലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. മോണാലിസ, ഞാൻ ശ്രീ മഞ്ജുഷിന് തന്നെ അയച്ചിട്ടുണ്ട്. മഞ്ജുഷ് ആണല്ലോ ഇവിടുത്തെ ജഡ്ജി, അതുകൊണ്ട് ശ്രീ മഞ്ജുഷിന് തന്നെ അയച്ചിട്ടുണ്ട്. അല്ലല്ല, ഞാൻ ആലങ്കാരിക പറഞ്ഞ കേട്ടോ, അങ്ങനല്ല, ഞാണല്ലോ മോഡറേറ്റർ വിളിച്ചതാണ്. 2 ആധാർ കാർഡുകൾ, പാൻ കാർഡ്, ഇലക്ടറൽ ID, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? ഇനി 10 വർഷം മുമ്പ് മോണാലിസയുടെ ആധാർ കാർഡിലും ജനന തീയതി 1/1/2008 അഥവാ ജനുവരി 1, 2008. അപ്പോ ഫർമാൻ ഖാൻ 10 വർഷം ടൈം മെഷീൻ വെച്ച് പുറകോട്ട് പോയി അങ്ങനെ ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോ ഹിന്ദു ആധാർ കാർഡ് അല്ലല്ലോ അതിൽ ബാധകമാകുന്നത്, അത് ജനന സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ജനന സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുവാനായിട്ട് ആ ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടില്ലേ? അത് ശരിയാണോ തെറ്റാണോ? അല്ല, മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയാലും ഈ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ദേഷ്യം വെച്ച് ഗോവിന്ദ മാഷിനെയും മേയറേയും MP കുറ്റം പറയുന്നതിൽ എന്താ അർത്ഥം? ഇനി റദ്ദാക്കിയെന്ന് ഇരിക്കട്ടെ, റദ്ദാക്കിയാലും ആ പെൺകുട്ടി കല്യാണം കഴിക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിരുന്നല്ലോ. റദ്ദാക്കാൻ കാരണം അത് കള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടല്ലേ? അല്ല, അതുകൊണ്ടല്ല. എന്താണ് കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം കല്യാണങ്ങളോടുള്ള അസഹിഷ്ണുതയും ഇവർക്ക് പണി കൊടുക്കാനുള്ള ആഗ്രഹവും കൊണ്ട് പ്രഥം ദൂബയെ പോലൊരു വ്യക്തി ചെന്ന്, അല്ലെങ്കിൽ പുള്ളി ഒരു തീവ്ര ഹിന്ദുത്വവാദി ലൈനുള്ള ആളാണ്, അയാൾ ചെന്ന് മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഈ കുട്ടിയുടെ. ക്ലാരിറ്റി വേണം. ഏത് സർട്ടിഫിക്കറ്റ്? ഈ പറയുന്ന വിവാഹത്തിന് വേണ്ടി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ്, അതായത് 1/1/2008 ആ കുട്ടി ജനിച്ചത് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി റദ്ദാക്കിയതാണ് എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? 100%. 1/1/2008 ജനിച്ച ഈ കുട്ടി 2009 ഡിസംബർ 30 ജനിച്ചതെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായി പ്രഥം ദൂബെ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത കാര്യമാണ്. അതിനെതിരെ മോണാലിസ കേരളത്തിലെ ADGPക്കും കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ 2 ദിവസങ്ങളിനുള്ളിൽ കോടതിയിൽ തന്നെ പ്രസന്റ് ചെയ്ത് ആ കുട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുമുണ്ട്. ഇപ്പൊ ആ പെൺകുട്ടി പ്രഗ്നന്റും കൂടിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇവരെ ദ്രോഹിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ശ്രീ മഞ്ജുഷ്, ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. 2 ആധാർ കാർഡുകൾ, അതായത് ആദ്യത്തെ ആധാർ കാർഡിന്റെ ഫോട്ടോ പഴയത്, പിന്നത്തെ ഇപ്പോഴത്തെ ഫോട്ടോ, ആധാർ കാർഡ് 10 വർഷം മുമ്പത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ കുട്ടിയുടെ ഇലക്ടറൽ ക്രെഡൻഷ്യൽ, അതായത് ആ കുട്ടിയെ ഇലക്ടറൽ ID കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്നു. നേരെ തിരിച്ച് ഇവർ ചെയ്തത് ഈ പെൺകുട്ടിയുടെ അനിയൻ, NCST ഹാജരാക്കിയതോ, നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവിടെ ഹാജരാക്കിയത് സർട്ടിഫിക്കറ്റോ? അത് വ്യാജമാണ്, തെറ്റാണ്. പ്രഥം ദൂബെ മിസ്റെപ്രസെന്റ് ചെയ്തതാണ്. ഈ പെൺകുട്ടിയുടെ അനിയന്റെ ബർത്ത്ഡേ ഈ പെൺകുട്ടിയുടേതാണ് എന്ന് മിസ്റെപ്രസെന്റ് ചെയ്ത് ഈ പെൺകുട്ടിക്കും ഫർമാനും പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. എനിക്ക് അവരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് പണി കൊടുക്കണമെങ്കിൽ ഈ മുതിർന്ന ആൾക്കാർക്ക് പണി കൊടുക്കുക, ഈ 18-25 വയസ്സായ പിള്ളേർക്ക് പണി കൊടുക്കാതിരിക്കുക.
അവർ കേരളത്തിൽ വന്നു. കേരള പോലീസ് ഇത് ക്രോസ് ചെക്ക് ചെയ്തു. ആധാറും പാനും അന്ന് കൊടുത്ത. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, മോണാലിസയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ് ആധാർ കാർഡ് പോലീസ് ചെക്ക് ചെയ്തത്. ആ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അല്ലെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ മോണാലിസയുടെ അച്ഛൻ വന്നതടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. 2 പോക്സോ എന്നൊക്കെ നമ്മള് പുട്ടിന് അദ്ദേഹം മകളെ കാണാനില്ല എന്നുള്ള പരാതി കൊടുത്തയാളല്ലേ? അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ന്യൂസ് 18 സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച്. തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് അദ്ദേഹം പരാതി കൊടുത്തത്. അപ്പോൾ അല്ല, മാത്രമല്ല ജനിച്ച് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിരുന്നു. അല്ല, തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കൂടെ പോയത്? തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ ഈ അച്ഛന്റെ ആധാർ കാർഡ് എന്തിനാ പോലീസിന് കൊടുത്തത്? അത് താങ്കൾ പറഞ്ഞ ഇവിടെ തമ്പാനൂർ പോലീസിന്റെ കാര്യം. ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കുന്ന കള്ളക്കഥകളാണ്. എങ്ങനെങ്കിലും മോണാലിസയും ഫർമാനെയും പിരിക്കാനും മോണാലിസയ്ക്കും ഫർമാനും പണി കൊടുക്കാനും കേരള സ്റ്റോറി 3 ഉണ്ടാക്കാനുള്ള കള്ളക്കഥ ഉണ്ടാക്കാനുള്ള പരിസരം ഉണ്ടാക്കുകയാണ്. ഇത്രയധികം താങ്കൾ അതിലേക്ക് പോകണം. അതെന്താണ് കേരള സ്റ്റോറി 3 എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കേരള സ്റ്റോറി 3 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഹിന്ദു പിന്നോക്ക വിഭാഗത്തിലുള്ള പെൺകുട്ടിയെ ഞങ്ങൾ മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു എന്ന കള്ളക്കഥ ഉണ്ടാക്കാൻ മധ്യപ്രദേശിലെ ചില പവർഫുൾ ആയ ആൾക്കാർ ചെയ്യുന്നതാണ്. ഇത് രാഹുൽ ഈശ്വറിന്റെ വാചകങ്ങളല്ല. ഞാൻ മോണാലിസ ഫർമാൻ 2 പേരോടും സംസാരിച്ചത് വീഡിയോ ആയിട്ടെടുത്ത് എന്റെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. താങ്കൾക്കും കാണാൻ ഞാൻ പത്രസമ്മേളനത്തിൽ കാണിക്കുകയും ചെയ്തു. അതിൽ മോണാലിസ വ്യക്തമായി പറയുന്നത്, എനിക്ക് കേരളത്തിൽ ജീവിക്കണം, എനിക്ക് ഘർ ബസാന ഹെ, എനിക്ക് ഇവിടെയാണ് ജീവിക്കേണ്ടത്, ഫർമാന്റെ കൂടാണ് ജീവിക്കേണ്ടതെന്നുള്ളതാണ്. അങ്ങനെ 2 യുവതികളുടെ അവരുടെ താല്പര്യമാണ്. 18 വയസ്സ്. ഇതിപ്പോൾ വ്യാജ പോക്സോ കേസായി മാറുകയാണോ? മൊണാലിസയ്ക്ക് 18 വയസ്സ് തികഞ്ഞു എന്നാണ് അത് വെരിഫൈ ചെയ്ത രാഹുൽ ഈശ്വർ പറയുന്നത്. 2 സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്തിട്ട് മധ്യപ്രദേശ് സർക്കാർ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് സമ്മർദ്ദം ചെലുത്തി ചെയ്ത പണിയാണെന്നാണ് രാഹുലിന്റെ വാദം. നോക്കൂ, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ തന്നെ വാദങ്ങളെയാണ് ആധികാരികമായിട്ട് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ പറയുന്ന വാദങ്ങളെയാണോ മധ്യപ്രദേശ് സർക്കാർ പറയുന്ന വാദങ്ങളെയാണോ നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അതൊരു സർക്കാർ പറയുന്ന കാര്യങ്ങളെയാണ്. ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ ശക്തി ആവശ്യപ്പെട്ട് കേരള സ്റ്റോറി 3 ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ പറഞ്ഞാൽ അതിന് ഉടനെ തന്നെ വെള്ളം കോരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ നമ്മുടെ നാട്ടിലെ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോജിക്കലായിട്ടോ റീസണബിളായിട്ടോ എനിക്ക് തോന്നുന്നില്ല. അതേസമയം ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാദം അനുസരിച്ചിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പാൻ കാർഡും ആ വ്യക്തിയുടെ ആധാർ കാർഡും ആ വ്യക്തിയുടെ വോട്ടർ ID കാർഡും ഒക്കെ ഉണ്ടാക്കുന്നത് അത് വ്യാജമായിട്ട് നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ്. അത് വ്യാജമായിട്ട് നിർമ്മിക്കാൻ കഴിയും എന്നെങ്കിലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു സർക്കാരിനെ കൊണ്ട് ഈ രീതിയിലത്തേക്ക് പ്രഷർ ചെയ്തതിന് ശേഷം ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ഇതിൽ വ്യാജമായിട്ടാണ് രേഖ നിർമ്മിച്ചത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതൊന്നും നമുക്ക് അറിയുന്ന കാര്യമല്ല. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പെൻഡൻസിയിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഏതോ ഒരു പ്രഥം ദുബെയെ പറ്റി ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണോ എന്നോ അദ്ദേഹത്തിന് ഇതിലുള്ള ഇൻട്രസ്റ്റ് എന്താണോ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഞാനിവിടെ ശ്രദ്ധിച്ച വാക്കുകൾ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടേതുമാണ്. അതിൻ്റെ അമ്മ പറയുന്നത്, എൻ്റെ മകൾക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഞാൻ വിവാഹത്തിന് പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.